പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ സമിതി നിർണായക യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. സുരക്ഷാ കാര്യങ്ങൾ യോഗം വിലയിരുത്തുകയും ചെയ്യും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. പിന്നാലെ രാഷ്ട്രീയ കാര്യ സമിതി യോഗവും ചേരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിനീത വിജയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. നിർണായകമായ യോഗങ്ങൾ നടക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. നമുക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും നിർണായകമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ തന്നെയാണ്. ഇന്ന് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത്. രാവിലെ 11 മണിക്ക് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. ഇത് രണ്ടാം തവണയാണ് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ 11 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് ഏതൊക്കെ തരത്തിൽ ഇന്നത്തെ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും സമാന രീതിയിൽ ഇന്നലെ രാത്രിയും ഒക്കെയായി വലിയ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെയാണ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 2:30 ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ. അതിന് പിന്നാലെ പ്രതിരോധ മന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും പങ്കെടുത്തുകൊണ്ടുള്ള മറ്റൊരു യോഗം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് നിർണായകമായിട്ടുള്ള യോഗം ചേർന്നത്. ആ യോഗത്തിൽ സൈനിക മേധാവികളടക്കം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് ഈ സൈന്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുള്ള കാര്യം ഈ സേനാ മേധാവികൾക്ക് തീരുമാനിക്കാം എന്നാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം സൈനികർക്ക് നൽകിയിട്ടുണ്ട്, സേനാ മേധാവികൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും എത്രയും ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും അത് അതീവ ജാഗ്രതയോടെ, അതീവ കരുതലോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചകളായിരിക്കും ഉണ്ടാവുക. ഏത് തരത്തിൽ ഇനി തുടർ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾ, ഒപ്പം ക്രിസ്ത്യൻ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കഴിഞ്ഞ 6 ദിവസമായിട്ടും ഈ ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ ഈ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുവെന്നത് തന്നെയാണ്. പാക് പോസ്റ്റുകളിൽ നിന്നൊക്കെ അതിർത്തി മേഖലയിൽ അതിർത്തിയോട് ഏറ്റവും ചേർന്നുള്ള അഗ്നൂരിലടക്കം സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ തുടരെ ഈ പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഭീഷണികൾ വരുന്നുണ്ട്. ഒപ്പം ഇങ്ങനെയുള്ളൊരു പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നുണ്ട്. അത് ഭീഷണിയായും പ്രകോപനപരമായുള്ള പ്രസ്താവനകളായും ഇതിനു പുറമെ അതിർത്തിയിൽ വെടിവെപ്പ് നടത്തിയും ഒക്കെയാണ് അവരുടെ പ്രകോപനം തുടരുന്നത്. ശക്തമായ സൈനിക നടപടികളിലേക്ക് തന്നെ ഇന്ത്യ കടന്നേക്കും. അത് ഏത് തരത്തിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ സേനാ മേധാവികൾക്കാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഏതാണെങ്കിലും അധികം വൈകാതെ തന്നെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ക്രിസ്റ്റീന പ്രജൻ. യെസ്, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും ആ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ട് ഇവിടെ മാത്രമല്ല പാകിസ്ഥാനിലും എത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു വാർത്ത.